ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് എനിക്ക് എന്താറില്ല, കിടക്കിടക്ക് എപ്പോഴും പനിയാണ്. എനിക്ക് ഇപ്പോഴും പനിയായിട്ട് ഇരിക്കുകയാണ്. എനിക്ക് വയ്യ. അപ്പോൾ എപ്പോഴും ഞാൻ ഒന്നരാടെ വീഡിയോസ് ഇടണമെന്ന് വിചാരിക്കുമ്പോൾ എനിക്ക് ഇടാൻ പറ്റാറില്ല. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഞാൻ വീണ്ടും ഡിപ്രഷൻ്റെ വക്കിലോട്ട് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ എന്താണ് ഡിപ്രഷൻ്റെ വക്കിലോട്ട് വന്ന് നിൽക്കാമെന്ന് ചോദിക്കുമ്പോൾ ഒക്കെ പറയാൻ ഉത്തരമില്ല. പക്ഷെ എനിക്ക് എന്തോ എൻ്റെ മൈൻഡ് ശരിയല്ല. നമുക്ക് സ്വാഭാവികമായിട്ട് മൈൻഡ് ശരിയല്ല അറിയുമ്പോൾ ഡിപ്രഷൻ എന്നാണല്ലോ പറയാറ്. അപ്പം അങ്ങനെ പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മൈൻഡ് കുറച്ചായിട്ട് തീരെ ശരിയല്ല. അതെനിക്ക് എന്താണെന്ന് തീരെ മനസ്സിലാവുന്നില്ല കേട്ടോ. അതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാവില്ല. പക്ഷെ എൻ്റെ മൈൻഡ് തീരെ ശരിയല്ല, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ മോർണിംഗ് വന്നിട്ടുണ്ട്. കുറച്ച് ദിവസം നൈറ്റ് ഷിഫ്റ്റാണ്. ഞാൻ ചോദിച്ചു പഠിച്ച നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നു കേട്ടോ. അങ്ങനെ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ അപ്പോൾ റൂമിലേക്ക് വന്ന് ഒന്ന് കിടന്നുറങ്ങി നീറ്റിക്കുകയാണ്. ഉച്ചയായപ്പോൾ ഫുഡ് കഴിക്കാൻ തോന്നുക. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കാമെന്ന് വെച്ചപ്പോൾ എനിക്ക് ഡിപ്രമിഷൻ കാരണം കൊണ്ട് എനിക്ക് ഉണ്ടാക്കാൻ വയ്യ. സോ ഞാൻ പുറത്ത് പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ചേച്ചിമാർ നടത്തുന്നൊരു ഹോട്ടലുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് മാറ്റി ഒരുങ്ങാൻ കഴിച്ചു. എന്നിട്ട് നമുക്ക് പുറത്ത് പോകാം. അപ്പോഴത്തെ നമ്മൾ സ്ഥലത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ചടപ്പാക്കാൻ. അപ്പോൾ നമുക്ക് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാം. പുറത്തേക്ക് ഇറങ്ങിയാൽ ഏറെക്കുറെ എല്ലാം ശരിയാവുമായിരിക്കണം. അപ്പം ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി വരട്ടെ. അപ്പം ഞാൻ ഈ ഒരു ചുരിദാർ ഇട്ടിട്ടുള്ളത് കേട്ടോ. ഞാൻ ഇവിടെ പുറത്ത് പോകുന്ന സമയത്ത് അങ്ങനെ പ്രത്യേകിച്ച് കൂടുതലായിട്ട് ഒന്നും ചെയ്യാറില്ല. പുറത്തിറങ്ങുമ്പോൾ മുഖമൊന്നും വലിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മോയ്സ്ചറൈസർ തേക്കുന്നുണ്ട്. ഈ ഒരു പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ ഞാൻ എപ്പോഴും യൂസ് ആക്കുന്ന മോയ്സ്ചറൈസർ. എനിക്ക് ഭയങ്കര സ്യൂട്ടബിൾ, കാരണം എൻ്റെ അത് കുറച്ച് ഓയിലി സ്കിന്നായ കാരണം കൊണ്ട് അങ്ങനത്തെ മോയ്സ്ചറൈസർ ഒന്നും പറ്റാറില്ല. പക്ഷേ ഈ ഒരു മോയ്സ്ചറൈസർ അത് സൂപ്പർ മോയ്സ്ചറൈസർ കേട്ടോ. മിക്ക ഓയിലി സ്കിന്നുള്ള ആൾക്കാരുടെ കയ്യിലും ഈ ഒരു മോയ്സ്ചറൈസർ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടേ പോകാറുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് മോയ്സ്ചറൈസർ ഇടുന്നുണ്ട്. പിന്നെ മോയ്സ്ചറൈസറിന് ശേഷം ഞാൻ ഈ ഒരു ലിപ്റ്റിൻ്റെ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഞാൻ അമ്മയുടെ അടുത്ത് അടിച്ച് മാറ്റി കൊടുക്കുന്ന ലിപ്റ്റിൻ്റെ ആണ്. ഇപ്പോൾ ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട്. ഇതൊരു റെഡിഷ് കളറാണ് കേട്ടോ. അത് ഇട്ട ചുണ്ടുമ്പോൾ ചെറുതായിട്ട് ലൈറ്റായിട്ട് കളർ വരും കേട്ടോ. ഞാൻ ഇത് മാത്രമേ യൂസ് ആകാറുള്ളൂ. ലിപ്സ്റ്റിക്ക് ഇടാറില്ല, കാരണം ഞാൻ എപ്പോഴും വർക്കിന് പോകുമ്പോൾ ലിപ്സ്റ്റിക്ക് ഇടും. അപ്പോൾ അത് കാരണം കൊണ്ട് ചുണ്ട് അത്യാവശ്യത്തിലേറെ കറുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാറില്ല. ഞാൻ ലിപ്റ്റിയുടെ ലിപ് ബാം മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് മാത്രമാണ് ഞാൻ യൂസ് ആക്കുന്നത്. ഈ ലിപ്റ്റിൻ്റെ ലിങ്ക് ഞാൻ കിട്ടുകയാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലല്ല ഞാൻ പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഈ രണ്ട് സാധനങ്ങൾ മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ വളരെയധികം ലളിതവും മയവുമായിട്ടേ പോകാറുള്ളൂ. പിന്നെ ഇത് വാച്ച് കിട്ടും. അത്ര മാത്രമായിരിക്കും എൻ്റെ ഒരുക്കം എന്ന് പറഞ്ഞത്. വേറെ പ്രത്യേകിച്ച് ഞാനൊന്നും ഒരുങ്ങാൻ കാട്ടാറില്ല. സോ ഗൈസ്, ഞാൻ പോകാൻ വേണ്ടി ഒരുങ്ങി ഗൈസ്. വളരെ ലളിതമായ ലുക്കായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഒന്നാമത് എനിക്ക് ഞാൻ പനിയായ കാരണം കൊണ്ട് കണ്ണൊന്നും പോകുന്നില്ല. പിന്നെ മാത്രമല്ല പുരികം ത്രെഡ് ചെയ്യാണ് കേട്ടോ. ഇന്നെങ്കിലും പോയി പുരികം ത്രെഡ് ചെയ്യണം, കാരണം ഞാൻ കുറേ ദിവസമായി ആയിരിക്കും ത്രെഡ് ചെയ്യാനുള്ളത്. ഇതുവരെയായിട്ട് ഞാൻ പാർലർക്ക് എത്തിയിട്ടില്ല. എനിക്ക് പിന്നെ ഒറ്റയ്ക്ക് ചെയ്യാൻ അറിയാത്ത കാരണം കൊണ്ട് അത് നടക്കില്ല കേട്ടോ. അപ്പോൾ എനിക്ക് പാർലർക്ക് പോകേണ്ട ആവശ്യമുണ്ട്. ഇന്ന് എനിക്ക് ഞാനൊരു സ്ഥലത്തേക്ക് പോകണം എന്ന് വെച്ചാൽ ആ സ്ഥലത്തേക്ക് പോകും, തിരിച്ചിങ്ങോട്ട് വരും. അത്ര ഞാൻ ചേർന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒരു കടയിൽ കയറുന്ന മനസ്സിൽ ചിന്ത വന്നാലും എൻ്റെ മൈൻഡ് പറയും അത് പിന്നെ ചെയ്യാം. അങ്ങനെ ഞാൻ പോക്കില്ല കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും പാർലറിൽ കയറണം ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും പുറത്തേക്ക് ഇറങ്ങട്ടെ ഗൈസ്. എനിക്ക് പറയാനാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഡിപ്രഷൻ വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുക. ആക്ച്വലി നമ്മൾ ഒറ്റയ്ക്ക് റൂമിൽ ഇരിക്കുമ്പോൾ നമുക്ക് പല പല ചിന്തകൾ വരും. അപ്പോൾ അതിനെക്കാളും നല്ല എന്താ, നമ്മളൊന്ന് പുറത്തിറങ്ങുക. അല്ലെങ്കിൽ നമ്മൾ നാലാൾക്കാർ കൂടിയ സ്ഥലത്ത് പോയിരുന്നു വർത്താനം പറയാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഡിപ്രഷൻ നമ്മളെ പുറത്തേക്ക് എടുക്കും. കാരണം നമുക്ക് അത് മാത്രം ചിന്തിക്കേണ്ടി വരില്ല. മറ്റേ നമുക്ക് അത് മാത്രം നമുക്ക് ഇങ്ങനെ ചിന്തകൾ വരും. അങ്ങനെ ഇങ്ങനെ ചിന്തകൾ വരും. പക്ഷെ നമ്മൾ ആൾക്കാരുടെ ഇരിക്കണമെന്നല്ലോ പുറത്തേക്ക് പോയാൽ നമ്മൾ വേറെ എന്തെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ട് ആ ചിന്ത എല്ലാം നമ്മുടെ തലേന്ന് ഇങ്ങനെ പോകും കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ തെറാപ്പി എന്ന് പറയുന്നത് ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്രയും ഇഷ്ടമുള്ള കാര്യം വേറൊന്നുമില്ല. അപ്പം നല്ല ചോറും മീനൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഞാൻ അത് കഴിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. ഇങ്ങനെ ചില സമയങ്ങളിൽ മാത്രമേ ഞാൻ പോകാറുള്ളൂ കേട്ടോ. എപ്പോഴും ഞാൻ അങ്ങനെ പുറത്ത് പോയിട്ട് അങ്ങനെ കഴിക്കാറൊന്നുമില്ല. ചില സമയങ്ങൾക്ക് പുറത്ത് പോയിട്ട് എനിക്ക് ഇന്നെ തന്നെ സന്തോഷിപ്പിക്കണം എന്ന് തോന്നുമ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു സംഭവമാണ് ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത്. വേറെ ഡ്രസ്സ് എടുക്കൽ, സാധനം വാങ്ങൽ, എന്തെങ്കിലും പർച്ചേസ് ചെയ്യൽ, അതൊന്നും അല്ല എൻ്റെ സമാധാനത്തിൻ്റെ കാര്യം. എനിക്ക് സന്തോഷം കിട്ടിയപ്പോഴാച്ചാൽ ഫുഡ് കഴിക്കുമ്പോൾ നല്ല ഫുഡ് കഴിച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷമാക്കാം. എനിക്ക് ഉള്ളിൽ നിന്ന് ഹാപ്പിനെസ് വരും കേട്ടോ. അത്രയ്ക്കും ഇഷ്ടമാണ് എനിക്ക് ഫുഡ്. അപ്പോൾ എന്താ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്ത് പോട്ടെ ഗൈസ്. നമുക്ക് പുറത്ത് പോയിട്ട് അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റിയാൽ കാണാം. കാരണം അവിടെ കുറച്ച് തിരക്കുള്ള സ്ഥലമാണ്. അപ്പോൾ എവിടെയൊക്കെ എനിക്ക് സീറ്റ് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട്
കാണാം ഗൈസ്. ഇവിടെ ഈ ചേച്ചിമാരൊക്കെ നടത്തുന്ന നമ്മളെ എന്താ പറയുക വനിതാ ഹോട്ടലൊക്കെ ഉണ്ടാവില്ലേ, അതുപോലത്തെ ഒരു ഹോട്ടലാണ് കേട്ടോ. കുറച്ച് ചെറിയൊരു സ്പേസുള്ള ഹോട്ടലാണ്. അവിടുത്തെ ചോറ് കറിയൊക്കെ ഭയങ്കര രസമാട്ടോ. ഇത് മാങ്ങച്ചാറ് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ. പിന്നെ അവിടുത്തെ ഫിഷ് ഫ്രൈയും സീനാണ് കേട്ടോ. ഞാൻ ഒരു ഫിലോപ്പിയാണ് പറഞ്ഞത് കേട്ടോ. അങ്ങനെ ഞാൻ വയറ് നിറച്ചങ്ങോട്ട് ചോറ് കഴിച്ചു ഗൈസ്. ആഗ്രഹം റാഹത്തായി. സോ ഗൈസ്, ഞാൻ ഫുഡ് കഴിച്ചു വന്നു. ഫുഡ് കഴിച്ചപ്പോൾ എനിക്ക് അധികം വീഡിയോസ് എടുക്കാൻ പറ്റില്ല. വേഗം കഴിച്ച് പോരും കേട്ടോ ചെയ്തത്. ഇന്ന് കുറച്ച് വെയിലുണ്ട്, മഴയില്ല. അപ്പോൾ ഇപ്പോൾ വെയിൽ കാണുമ്പോൾ നല്ല രസം കേട്ടോ. കാരണം ഇവിടെ എപ്പോഴും മഴ പെയ്താകെ ചീഞ്ഞ് ഉണങ്ങിയ കാലാവസ്ഥ ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. ഉണങ്ങിയതല്ല, നനഞ്ഞ കാലാവസ്ഥ ആയിട്ട് ഇരിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അതെനിക്ക് വലിയ ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് വെയിൽ ഇഷ്ടം കേട്ടോ. പക്ഷെ അത്ര ചൂട് ഇഷ്ടമല്ല വേറെ കാര്യം. അപ്പോൾ എന്തായാലും വെയിലൊക്കെ ആയിട്ട് നല്ലൊരു ദിവസമാണ്. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ച് വന്നപ്പോൾ ഞാൻ ഏറെക്കുറെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എനിക്ക് ചെറുതായിട്ട് ഉറക്കം ഇങ്ങനെ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞപ്പോൾ അത് പനിയുള്ള കാരണം കൊണ്ട് എനിക്ക് പറ്റുന്നില്ല. അപ്പം പനിയാന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എടുക്കാനും പറ്റില്ല. അത് വേറെ കാര്യം, നമുക്ക് പണിക്കും പോകണ്ടേ. സോ ഞാനൊന്നുകൂടി കിടന്ന് ഉറങ്ങി നീറ്റൊക്കെ ആകട്ടെ. ശരിയാവുമെന്നാണ് എൻ്റെ വിശ്വാസം. അല്ലാന്നുണ്ടെങ്കിൽ ഗുളിക കുടിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നൈറ്റ് ഷിഫ്റ്റ് ആകുമ്പോൾ നമുക്ക് നീക്കാൻ കഴിച്ച്. ഞാൻ ത്രെഡ് ചെയ്യാൻ വേണ്ടി പോകണമെന്ന് വിചാരിച്ചു. ത്രെഡ് ചെയ്യാൻ ഞാൻ എപ്പോഴും ഒരു പാർലർക്ക് പോകാറുണ്ട് കേട്ടോ. അവിടെ ഞാൻ ഇന്ന് പോയപ്പോൾ അവിടെ തുറന്നിട്ടില്ല. ചേച്ചി അവിടെ അല്ല എന്ന് പറഞ്ഞു. അതിന് മുമ്പത്തെ പ്രാവശ്യം പോയപ്പോൾ അവിടെ തുറന്നിട്ടുണ്ടായില്ല. അപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് ഇപ്പോൾ അവിടെ തുറന്നിട്ടില്ല എന്ന് ഞാൻ പറയുന്നു കേട്ടോ. അപ്പോൾ വേറെ പാർലറിന് കണ്ടെത്തിയിട്ട് വേണം. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഇതിന് മൂടില്ലാത്ത കാരണം കൊണ്ട് ഞാൻ ത്രെഡ് ചെയ്യാനില്ല എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങോട്ട് പോരുകയായിട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് നാളെ അല്ലെങ്കിൽ മറ്റന്നാളൊക്കെ ആയിട്ട് ത്രെഡ് ചെയ്യാൻ വേണ്ടി പോകണം. ഇപ്പോൾ അതാക്കാൻ നമുക്കൊന്ന് ഉറങ്ങി നീക്കാട്ടെ ഗൈസ്. അപ്പോൾ നമുക്ക് മൈൻഡ് ശരിയാവും, ബോഡിയും എല്ലാം ശരിയാവും. സോ ഗൈസ്, നല്ലൊരു ഉറക്കം കഴിഞ്ഞ് നീറ്റ് വന്നിട്ടുണ്ട്. കുറച്ച് നേരത്തെ പോകേണ്ട കാരണം കൊണ്ടാട്ടോ 7 മണിക്കൂർ മീറ്റിംഗ്. അല്ലെങ്കിൽ ഞാൻ 7 മണിക്കൂർ നീക്കാറില്ല. അപ്പോൾ ഞാൻ 7 മണിക്കാണ് നീറ്റിട്ടുണ്ട്. നീറ്റ വഴിക്ക് ചായ അടിക്കാൻ പോകില്ല. നമുക്ക് ഒരു ചായ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ. അപ്പോൾ നേരെ നമുക്ക് ചായ ഉണ്ടാക്കാൻ പോവാം ഗൈസ്. അങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷം നേരെ മാറ്റാൻ വേണ്ടി ഇറങ്ങട്ടെ ചെയ്തത്. മാറ്റാൻ വേണ്ടി ഇറങ്ങിയിട്ട് ഞാനും അളകിയും ഒരു ഷിഫ്റ്റാണ്, നൈറ്റ് ഷിഫ്റ്റാണ് ചെയ്യണത്. ഞാനും അളകിയും മാത്രമേ ഇപ്പോൾ റൂമിലുള്ളൂ കേട്ടോ. ബാക്കി എല്ലാവരും വീട്ടിൽ പോയിക്കുകയാണ്. അപ്പോൾ അത് കാരണം ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാക്കും ഒരേ ഷിഫ്റ്റ് ആയ കാരണം കൊണ്ട് നല്ല സുഖം കേട്ടോ. അപ്പോൾ ഞാൻ മേക്കപ്പ് വേഗം ചെയ്ത് കമ്മലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പിന്നെ കുറച്ച് സ്പ്രേ അടിച്ചു. കുറച്ചധികം. എനിക്ക് ഇങ്ങനെ സ്പ്രേ അടിച്ചാലുള്ള ആ മണം വന്ന പോലത്തെ ഒരു ഫീൽ വരും കേട്ടോ. പിന്നെ ഞാനത് യൂസ് ചെയ്തത് മാൾസിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഈ ലിപ്സ്റ്റിക്ക് വാട്ടർ പ്രൂഫോ അല്ലെങ്കിൽ സ്മഡ്ജ് പ്രൂഫോ ഒന്നുമല്ല. പക്ഷേ ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര സോഫ്റ്റ് ടെക്സ്ചറായ കാരണം ഇടാൻ നല്ല സുഖമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ടാഗൊക്കെ ഇട്ടിട്ട് ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഹെൽമെറ്റൊക്കെ ഇട്ടിട്ടാണ് പോവാം കേട്ടോ. പിന്നെ നമ്മൾ ആരും തല്ലാൻ പോണ പോലെ ജസ്റ്റ് ഒന്ന് കുത്തിവെക്കും. കാരണം നമ്മൾ അങ്ങനെയുള്ള സ്കൂട്ടി ഓടിക്കാൻ വേണ്ടി പോണത്. അങ്ങനെ നമ്മൾ അവിടെ എത്തി നേരെ വർക്കിന് കയറിയാൽ പിന്നെ കുറേ നേരം അതിൻ്റെ മേലെ കിടന്ന് മല്ലിക്കെട്ട ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ വർക്കിന് കയറി കുറേ വർക്കുകളൊക്കെ ചെയ്തു. നൈറ്റ് ഷിഫ്റ്റ് ആയ കാരണം കൊണ്ട് നമുക്ക് കുറേ മെയിൽ അയക്കാനും കാര്യങ്ങൾ ടാലി ആക്കാനും അങ്ങനത്തെ ഓരോ പണികളുണ്ടാവും കേട്ടോ. അല്ലാതെ അങ്ങനെ വേറെ ആൾക്കാർ കുറേ വരുന്ന പരിപാടിയൊന്നും അല്ല കേട്ടോ. നൈറ്റ് ഷിഫ്റ്റ് ആകുമ്പോൾ നമ്മളെ ലോഞ്ച് ഫുള്ള് നല്ല വിശാലതല്ല, നല്ല സമാധാനത്തോടെ നിൽക്കും. അങ്ങനെ നമ്മൾ രാവിലെ പണിയൊക്കെ ആയിട്ട് നേരെ റൂമിൽ പോവാണ് ഗൈസ്. സോ ഗൈസ്, നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾക്കിപ്പോൾ എയർപോർട്ടിൽ നിന്ന് കുറേ വീഡിയോസ് എടുക്കാൻ പറ്റില്ല. ഞങ്ങൾ ടാഗ് ഇട്ടിട്ടുള്ള വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ എയർക്രാഫ്റ്റുകളുടെ വീഡിയോ നമുക്ക് ഉള്ളിൽ കയറിയിട്ട് പുറത്തുള്ള എയർക്രാഫ്റ്റിൻ്റെ വീഡിയോ അങ്ങനെ എടുക്കാൻ പറ്റില്ല. ചെറിയ പ്രോബ്ലം വന്നപ്പോൾ വന്നൊരു സ്ട്രിക്ട്നെസ് ആണ് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് എയർപോർട്ടിൽ നിന്ന് കൂടുതൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റാതായിട്ട്. അപ്പോൾ അതാണ് ഞാൻ കൂടുതൽ വർക്കിന് പോയിട്ടുള്ള വീഡിയോസൊന്നും എടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് എത്തി. ഇനി കുറച്ച് നേരം കിടന്നുറങ്ങും. ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങിയതിന് ശേഷം നീക്കും. എന്നിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് സെറ്റാക്കുന്നതാണ്. അപ്പോൾ എനിക്കെന്താ പറയണമെന്ന് കിട്ടുന്നില്ല. കാരണം ഉറക്കപ്പിച്ചിനാണ് ഞാൻ ഇരിക്കുന്നത്. രാത്രി നൈറ്റ് ഷിഫ്റ്റ് ചെയ്തതല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് രാവിലെ വരുമ്പോൾ നമുക്ക് പറയാനൊന്നും കിട്ടില്ല. അപ്പോൾ എന്തായാലും ഞാനൊന്ന് കിടന്നുറങ്ങട്ടെ ഗൈസ്. ഒരു 3 മണിക്കൂറൊക്കെ ഞാൻ ഉറങ്ങുന്നത് കഴിഞ്ഞ് ഞാൻ നീക്കും. അപ്പം എന്തായാലും ഞാൻ ഉറങ്ങട്ടെ. ഇനി ബാക്കി കാര്യങ്ങൾ ഞാൻ ഉറക്കത്തിന് ശേഷം പറയാം.
അപ്പോൾ ഗൈസ് ഉറങ്ങി നീറ്റ പാടെ ഞാൻ ഒറ്റ മൈൻഡിൽ ഞാൻ പുറത്ത് പോയി വന്നു. ഉറങ്ങി നീറ്റപ്പോൾ എനിക്ക് തോന്നി ഞാൻ എന്തെങ്കിലും കിടന്ന് ഉറങ്ങണേ. എനിക്കൊരു മിഡി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് എനിക്കൊരു ടോപ്പില്ല. അപ്പോൾ എനിക്ക് ആ ടോപ്പ് വേണമെന്ന് വിചാരിച്ചത് മേടിക്കണം എന്ന് വിചാരിച്ചാൽ 2 ദിവസമായി ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ നീറ്റപ്പോൾ തന്നെ വിചാരിച്ചു ഞാൻ എന്തെങ്കിലും കിടന്ന് ഉറങ്ങണേ, പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല, പുറത്തേക്ക് പോയി ടോപ്പ് മേടിക്കണമല്ലോ, എനിക്ക് സാധനങ്ങൾ മേടിക്കാണല്ലോ വെച്ചിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒറ്റ മൈൻഡ്. കാരണം നമ്മൾ ഒരു സാധനം മേടിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ 2 മിനിറ്റ് അവിടെ ഇരുന്നു എന്ന് വെച്ചോ, പിന്നെ ചിന്തക്കാരൻ അല്ലെങ്കിൽ പോകണം, നാളെ പോയാൽ മതിയോ, പിന്നെ പോയാൽ മതിയോ, വയ്യേ, അങ്ങനെ ചോദ്യങ്ങൾ വരും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ നീറ്റ പാടെ പെട്ടെന്ന് പുറത്ത് പോയിട്ടോ. അങ്ങനെ പുറത്ത് പോയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിച്ചു കൊടുക്കും. ഞാൻ മാക്സിലും കയറി സ്റ്റുഡിയോയിലും കയറി കേട്ടോ. എൻ്റെ ഒരു സ്വഭാവം എന്താ വെച്ചാൽ എനിക്ക് വേണ്ടി ഒന്നും സാധനങ്ങൾ മേടിക്കാറില്ല. അതായത് ഞാൻ വലിയ എന്താ പറയുക താഴ്മയോടെ ഞാൻ പറഞ്ഞ കാര്യമല്ല അത്. എനിക്കെപ്പോഴും സങ്കടമുള്ളൊരു കാര്യമാണ്. അതായത് ഞാനിപ്പോൾ മമ്മി ഞാൻ സാധനങ്ങളൊക്കെ പുറത്തേക്ക് പോയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ പൈസ ഇറക്കാൻ അപ്പോൾ അവർക്ക് എന്ത് സാധനം വേണമെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, അങ്ങനെ പൈസ ഇറക്കാൻ എനിക്ക് മടിയേ ഉള്ള ആളല്ല. പക്ഷെ എനിക്കൊരു സാധനം മേടിക്കാൻ വേണ്ടി പൈസ ഇറക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇപ്പോൾ മേടിക്കണം, പിന്നെ എപ്പോഴേലും കുറച്ചും കൂടി പൈസ ഉണ്ടാകുമ്പോൾ മേടിക്കാം അങ്ങനെ വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ മേടിക്കണം, ഇപ്പം അത്യാവശ്യമല്ലല്ലോ, അപ്പം അങ്ങനെ ചിന്തിച്ചിട്ട് എനിക്ക് രണ്ടാമതൊരു ചിന്ത വന്ന് ഞാൻ അവിടെ നിർത്തും. ഞാൻ പിന്നെ സാധനം മേടിക്കാൻ പോക്കില്ല. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പോയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പോൾ 6 മാസമായി. ഈ 6 മാസത്തിൽ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ സ്റ്റുഡിയോക്കോ മാക്സിലൊക്കെ ഒന്ന് പോയിട്ട് ഞാൻ ടീഷർട്ട് ഡ്രസ്സൊന്നും ഞാൻ മേടിച്ചിട്ടില്ല. മമ്മ എനിക്ക് മേടിച്ച് തരാറുണ്ട്, അതല്ലാതെ എനിക്കായിട്ട് ഞാൻ ഒന്നും ഗിഫ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇപ്രാവശ്യം പോയിട്ട് എന്തായാലും ഞാൻ മേടിക്കും, ഞാൻ പോയി സാധനങ്ങൾ മേടിച്ചിട്ടില്ലാന്ന് വെച്ചിട്ടാണ് ഞാൻ പുറത്ത് പോയി വന്നത്. അങ്ങനെ പുറത്ത് പോയി വന്നിട്ട് ഞാൻ കുറച്ച് കുട്ടി സാധനങ്ങൾ മാത്രമേ മേടിച്ചുള്ളൂ, കുറേ സാധനമൊന്നും മേടിച്ചിട്ടില്ല. പക്ഷെ എന്നാലും നമ്മുടെ മനസ്സിനൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ പൈസ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനം മേടിക്കണം എന്നാണ് എനിക്ക് മമ്മ ആയാലും നബിലാമ്മ ആയാലും എല്ലാവരും പറഞ്ഞു തന്നിട്ടുള്ളത് കേട്ടോ. കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ ഉണ്ടാക്കി നമുക്കൊരു കാര്യമില്ലാതാവും. അതായത് നമ്മളിങ്ങനെ പൈസ ഉണ്ടാക്കാതെ ഏതോ വഴി കൂടെ ഇങ്ങനെ പോവുക. കാരണം നമ്മൾ എത്ര പൈസ ഉണ്ടാക്കുന്നുണ്ടോ അതിനനുസരിച്ച് ചിലവ് നമുക്കുണ്ടാവും. അപ്പോൾ ആ പൈസ ഉണ്ടാക്കുമ്പോൾ ആ ചിലവിൽ കൂടെ ആ പൈസ അങ്ങനെ പോവുക, നമ്മളെ കാര്യം നമ്മളൊന്നും ചെയ്യണില്ല. അപ്പോൾ പൈസ എന്തിനാ നമ്മൾ ഉണ്ടാക്കുന്ന ആലോചിച്ച് നമുക്ക് ബോറടിക്കും, നമുക്ക് ആ പൈസ ഉണ്ടാക്കാനൊരു മൂടേ വരില്ല. കാരണം നമ്മളതിനെ ഉണ്ടാക്കുന്നത് വെറുതെ അപ്പുറത്ത് കൂടെ മറ്റേ EMI അടഞ്ഞു പോകണം, ലോൺ അടഞ്ഞു പോകണം അങ്ങനെ ചിന്തിക്കുന്നല്ലാതെ നമുക്ക് നമുക്ക് സന്തോഷത്തിനായിട്ടൊന്നും മേടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇടങ്ങേറാണ്. അപ്പോൾ നമുക്ക് സന്തോഷത്തിന് വേണ്ടി സാധനം മേടിച്ച് പിന്നെ കുറച്ച് ഞാൻ പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ അത് പിന്നെ ഇടങ്ങേറായി മതിയല്ലോ, ഇപ്പോൾ സന്തോഷം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും അങ്ങനെ സ്റ്റുഡിയോക്കും മാക്സിലേക്കും പോയിട്ട് 2-3 ഐറ്റംസ് ഞാൻ മേടിച്ചിട്ടുണ്ട്. 2-3 ഐറ്റംസ് പറയുമ്പോൾ ഞാൻ സ്റ്റുഡിയോ പോയിട്ട് ഈ ഒരു സ്പ്രേ മേടിച്ചു. ഈ ഒരു ബോഡി മിസ്റ്റാണ് കേട്ടോ. ഇത് പലർക്കും അറിയുണ്ടാവും, സ്റ്റുഡിയോയിൽ അറിയാത്ത സാധനങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ ഈ സ്മെല്ല് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു സ്പ്രേ മേടിച്ചു. പിന്നെ ഒരു വെറ്റ് ടിഷ്യൂ, വെറ്റ് ടിഷ്യൂ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു വെറ്റ് ടിഷ്യൂ മേടിച്ചു കേട്ടോ. പിന്നെ മേടിച്ചത് ഒരു റെഡ് കളർ നെയിൽ പോളിഷും പിന്നെ ഒരു ലിപ്സ്റ്റിക്കും ആണ് കേട്ടോ. എൻ്റെ റെഡ് കളർ ലിപ്സ്റ്റിക്ക് എന്ന് പറയുമ്പോൾ മാഴ്സൺ ലിപ്സ്റ്റിക്ക് ആയിരുന്നു. അപ്പോൾ മാഴ്സൺ ലിപ്സ്റ്റിക്ക് കുറച്ചും കൂടി ലൈറ്റർ റെഡാണ്. അപ്പം നമുക്കത് ചുണ്ടുമിട്ട് കഴിഞ്ഞാൽ ഒരു പിങ്ക് ഒരു ഓറഞ്ച് ഷെയ്ഡ് അങ്ങോട്ട് പോകും, നമുക്ക് ഡാർക്ക് ആവില്ല. എനിക്ക് ഈ ഒരു ഡാർക്ക് റെഡാണ് വേണ്ടിയത്. അപ്പോൾ ഞാൻ മാഴ്സൺ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തപ്പോൾ അതൊരു ഓറഞ്ച് ഷെയ്ഡിക്ക് പോണ കാരണം കൊണ്ട് ആ റെഡ് അത്രക്കങ്ങോട്ട് പോരാൻ എന്നോട് പറഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ സ്റ്റുഡിയോന്ന് ഒരു ടീഷർട്ട്, 2 ടീഷർട്ട്, 3 ടീഷർട്ട്. ഇത് ഞാൻ ആ മിടിക്ക് ഇടാൻ വേണ്ടി മേടിച്ചതാണ് കേട്ടോ. ഇത് ഞാൻ അങ്ങനെ നോർമലായിട്ട് ഇടാൻ വേണ്ടി മേടിച്ചതല്ല, അങ്ങനത്തെ മിടിൻ്റെ കൂടെ ഇടാൻ വേണ്ടി മേടിച്ചതാണ്. പിന്നെ 3ാമത്തെ ടീഷർട്ട്. ഈ ഒരു ടീഷർട്ടിൽ ഇങ്ങനത്തെ സ്ട്രിപ്സ് പിന്നെ പോൾക്ക ഡോട്ടൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഡോട്ടുള്ള കുപ്പായം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡോട്ടുള്ള കുപ്പായമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു ടീഷർട്ട് കണ്ടപ്പോൾ ഞാനത് ഓക്കെ ഇത് എടുക്കാം, കാരണം ഇങ്ങനത്തെ പാറ്റേൺ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഈ ഡ്രസ്സ് എടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ ഒരു 4 ടീഷർട്ട് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ 4 ടീഷർട്ട് ഞാൻ ഒരുപാട് വില കൂട്ടിയ ടീഷർട്ടല്ല, നമ്മളെ സ്റ്റാർട്ടിങ് അറ്റ് 349, സ്റ്റാർട്ടിങ് അറ്റ് 299 എന്ന് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, അതാണ് കേട്ടോ ഞാൻ മേടിച്ചിട്ടുള്ളത്. എന്തായാലും കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തപ്പോൾ എന്തോ ഒരു സുഖം. പക്ഷേ സത്യം പറഞ്ഞാൽ ഉള്ളിൽ വേറെ, അതായത് ഇവിടെ ഓക്കെ ഞാൻ എനിക്ക് വേണ്ടി 2-3 സാധനങ്ങൾ മേടിച്ചു, എനിക്ക് മേടിക്കാൻ പറ്റുന്നുള്ള സന്തോഷം ഇവിടെ. പക്ഷെ ഇവിടെ എന്താ ചിന്ത വെച്ചാൽ ആ പൈസ കൊണ്ടേ കളഞ്ഞു, അയ്യോ ആ പൈസ എങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അങ്ങനെ ആവേണ്ടതാണ്. ഞാൻ എപ്പോഴും പറയുമ്പോൾ എല്ലാവർക്കും അങ്ങനെയാണെന്ന് പറയാൻ കാരണം എനിക്ക് എൻ്റെ ഒരു ചിന്തയല്ലേ പറയാൻ പറ്റില്ല, എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ലേ പറയാൻ പറ്റില്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പൈസ നമ്മൾ ഉണ്ടാക്കിയാൽ ആ പൈസ പിന്നീട് നമുക്ക് ആ പൈസ നമ്മളെ കയ്യിലെത്തിയില്ല എന്നുണ്ടെങ്കിലോ നമുക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ വരും. നമ്മളിങ്ങനെ ആലോചിക്കും
ആ പൈസ അവിടെ നമ്മളെന്താ പൈസ ഉണ്ടാക്കാത്ത ആലോചിച്ചിട്ട് നമുക്ക് തന്നെ ഒരു ഉള്ളിലൊരു സാധനം വരും. അപ്പോൾ നമ്മൾ നീട്ട് പണിയെടുക്കും. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ പണ്ടൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റീലൊക്കെ ഇടുന്ന സമയത്ത് മമ്മ അങ്ങനെ പറഞ്ഞിരുന്നു, ഇജി ഒന്ന് നല്ലപോലെ റീൽ ഇട്ട് പോയൊക്കെ എന്തെങ്കിലും വ്ലോഗ് ഇട്ട് പോയൊക്കെ അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു നമ്മൾ എസ്തെറ്റിക് വിട്ട് നമ്മളിത് കളി കളിക്കൂല. ഇപ്പോൾ ഷോർട്സിലായാലും എസ്തെറ്റിക് വിട്ട് ഞാൻ ഒരു കളി കളിക്കൂല, ഫുൾ എസ്തെറ്റിക് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇടുള്ളൂ എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാ എസ്തെറ്റിക് ഒന്നും വേണ്ട, നമ്മൾ കണ്ടത് നന്നായാൽ മതി, എസ്തെറ്റിക് ഒന്നും ആവശ്യമേ ഇല്ല. അപ്പോൾ ഇപ്പോൾ എസ്തെറ്റിക് ഒക്കെ വിട്ട് ഞാൻ എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്നുള്ള ചിന്തയിലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്തത് കുറച്ച് കഴിഞ്ഞാൽ നൈറ്റ് ഷിഫ്റ്റിന് പോകാൻ വേണ്ടി നീക്കണം. വീണ്ടും പണിക്ക് പോകണം. എനിക്ക് പണിക്ക് പോകണ്ട, അങ്ങനെ വീണ്ടും നമ്മൾ പണിക്ക് പോകണം. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഉറങ്ങി നീറ്റാൽ നന്നാവും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഒന്ന് ഉറങ്ങി നീക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഞാനൊന്ന് സ്ലീപ്പ് ചെയ്തിട്ട് നീക്കട്ടെ, എന്നിട്ട് പണിക്ക് പോട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ, സി യു, അസ്സലാമു അലൈക്കും.